നിന്റെ ഫോണിങ് എന്നേ ഫോണിങ് തരാൻ. എന്തിനാ എന്റെ ഫോൺ നിനക്ക്? ഇപ്പൊ ഞാൻ ഫോൺ ചോദിച്ചത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ? ഫോൺ ഒരാളുടെ സ്വകാര്യതയാ, അതൊന്നും തരാൻ പറ്റത്തില്ല. ഫോൺ അങ്ങോട്ട് കൊടുക്കടി. എന്താ, എനിക്കെതിരെയുള്ള വല്ല തെളിവും കിട്ടിയോ? എന്താ, കാർത്തിയുടെ പോലീസ് ഉദ്യോഗം നിനക്ക് കൈമാറിയോ? മതിയടി കളിയാക്കിയത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ കളിയാക്കിയാലുണ്ടല്ലോ നീ വിവരം അറിയും. കളിയാക്കാൻ ഇവള് കുറച്ച് കേമത്തിയ. ഒരു തവണ കൂടി നീ രക്ഷപ്പെട്ടു. പക്ഷെ അധികം വൈകാതെ നിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിക്കും. ഓർത്തു വെച്ചോ. നീ തൽക്കാലം വിജയിച്ചെന്ന കരുതി സന്തോഷിക്കണ്ട. ചതിയും വഞ്ചനയും ചെയ്യുന്നവർക്കെതിരെ ഒടുവിൽ ന്യായവിധി വരും. അതൊരു വെള്ളിടി പോലായിരിക്കും വരുന്നത്. നീ കരുതിയിരുന്നാ നിനക്കൊള്ളാം. മൈഥിലി, വൈശാഖേ, എല്ലാം തകർന്നടാ. നമ്മുടെ ചില പ്ലാനുകൾ പൊളിഞ്ഞു. എന്താ മൈഥിലി നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം സമാധാനമായിട്ട് എന്താന്ന് വെച്ചാ പറ. നമ്മൾ ആ നന്ദിനിയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റിയില്ലേ? ആ സംഗതിയാ പൊളിഞ്ഞത്. അതെങ്ങനെ? എടാ, ആ മീനാക്ഷി കൊണ്ട് ഒരു രക്ഷയുമില്ല. അവൾക്ക് എപ്പോഴും ഡൗട്ട് അടിച്ചു. അവളെ തിരക്കി പിടിച്ച് ആ ഡ്രാമ പൊളിച്ചു. മൈ ഗോഡ്. എന്നെ നിന്റെ ചേച്ചി മാലതിയൊക്കെ അവർക്ക് സംശയം. അവള് ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങി കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചു. ഞാൻ നിന്നെ ഇന്ദ്രേച്ചിയൊക്കെ വിളിക്കുന്ന ഫോണല്ലല്ലോ കയ്യിലിരിക്കുന്നത്. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മൈഥിലി, ഒരു കാരണവശാലും ആ മൊബൈല് അവര് കാണാൻ ഇടവരരുത്. കാർത്തിയുടെ കയ്യിൽ കോൾ ലിസ്റ്റ് എങ്ങാനും കിട്ടിയ പണി പാലും വെള്ളത്തിൽ വരുവേ. ഞാൻ അത്രയേറെ മണ്ടിയൊന്നും അല്ലടാ. ഫോൺ കടലിലെറിഞ്ഞാലും ഞാൻ അവർക്ക് കൊടുക്കില്ല. നീ ആ ഫോൺ കടലിലൊന്നും എറിയില്ലേ? കടലടിച്ച് കരയെ കയറ്റും. നീ കായലിൽ കളഞ്ഞോ എന്നാലും കുഴപ്പമില്ല. ഫോണിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ടടാ. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ മറ്റൊരു പണി നിനക്ക് വരുന്നുണ്ട്. അതെന്താ? നീ ഏതോ ലാബോറട്ടറി ടെക്നീഷ്യന് കൈക്കൂലി കൊടുത്ത് ആ സ്കാൻ റിപ്പോർട്ട് തിരുത്തിയില്ലേ? ആ റിപ്പോർട്ടിന്റെ പുറകെയാ മീനാക്ഷി ഇപ്പോ. അവളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. അവൾ അത് കണ്ടെത്തും. ആ കള്ള സ്കാനിംഗ് റിപ്പോർട്ട് പിടിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ആപത്താ. നമ്മളെ അവർ വെറുതെ വിടില്ല. നമ്മൾ എന്ത് ചെയ്യൂടാ? ഡോണ്ട് വറി മൈഥിലി, ഞാൻ തിരുത്തിച്ച സ്കാനിംഗ് റിപ്പോർട്ട് ഒരിക്കലും മീനാക്ഷിയുടെ കയ്യിൽ കിട്ടില്ല. നീ ആ കാര്യത്തിൽ പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കെ. ഇത് അമ്മായി കട്ട് ചെയ്ത് വിട്ടതാണല്ലോ. ഈ വൃത്തിയിട്ട തുണികള് തറവാടിന്റെ മുന്നിൽ കൊടികൾ പോലെ തൂക്കിയിട്ടിരിക്കുന്നത്
എന്തൊരു ഐശ്വര്യക്കേടാ. ഛേ, ജേട്ടാ, ഇതാ ചായ. ആ. എങ്ങോട്ടാ ചേട്ടാ യാത്ര? ടെക്സ്റ്റൈൽസിലേക്കാണോ? അല്ല, പിന്നെ ആ സ്കാനിംഗ് റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ മീനാക്ഷിയുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. എല്ലാം വന്നിട്ട് പറയാം. ദൈവം എനിക്ക് തിരിച്ചു തന്നതാ എൻ്റെ ദേവിയെ. എൻ്റെ ദേവിക്കൊന്നും വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. ജേട്ടാ, എന്താ ജേട്ടാ ഇങ്ങനെ? ഒത്തിരി അനുഭവിച്ചു എൻ്റെ ദേവി ഞാനും. ഇനി വേട്ടയാടുന്നവരെ ഞാൻ വെറുതെ വിടില്ല. പോരാടി തോൽപ്പിക്കും. എന്റെ നൈറ്റ് ഡ്രസ്സുകൾ കാണുന്നില്ലല്ലോ. അതാരെടുത്തു? അല്ല, ഈ ഡ്രസ്സുകൾ ഇത് ആരെടുത്തോണ്ട് പോവാനോ? കുഞ്ഞമ്മായി, കുഞ്ഞമ്മായി, ഈ സാമ്പാർ ഗോവയ്ക്ക തോന്നൊക്കെ കൂട്ടി കൂട്ടി മടുത്തു. ദിവസം വല്ല നാൽക്കാലികളെ ഇറച്ചി ഉണ്ടായിരുന്നെങ്കിലേ ഊണിനൊരു ഉഷാറൊക്കെ വരുമായിരുന്നു. കുഞ്ഞമ്മായി, ആ നാൽക്കാലി മൃഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ദേ ഇരുകാലി മൃഗം വന്നല്ലോ. എന്നെ മൃഗമെന്ന് വിളിച്ചാലുണ്ടല്ലോ. ശരിയാണല്ലോ, മൃഗങ്ങളെല്ലാം കൂടിയേ ആത്മഹത്യ ചെയ്യും നാണക്കേട് കൊണ്ടേ. കുഞ്ഞമ്മായി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ചോയ്ക്ക്, എന്താ വേറൊരു കാര്യം? അലക്കി ഉണക്കാനിട്ടിരുന്ന എന്റെ നൈറ്റ് ഡ്രസ്സുകൾ കണ്ടോ? നിന്റെ നൈറ്റ് ഡ്രസ്സോ? ആ, എന്റെ പൊന്നു മൈഥിലി, ഞാൻ ഈ ഔട്ട് ഹൗസിലേക്ക് താൽക്കാലികമായിട്ട് ട്രാൻസ്ഫർ ആയ പിന്നെ ചെമ്പകമംഗലത്തെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. പക്ഷേ കൊടിതോരണം പോലെ പാറി കളിച്ച നിന്റെ നൈറ്റ് ഡ്രസ് ഒരു ദയനീയ അവസ്ഥയിൽ ഞാൻ കണ്ടു. ദയനീയ അവസ്ഥയോ? ആ അതെ, ദയനീയ അവസ്ഥയില്. ദാ അതല്ലേ നിന്റെ നൈറ്റ് ഡ്രസ്. അതെന്താ? നിന്റെ നൈറ്റ് ഡ്രസ് ഒന്നില് ചാണകം ഉണക്കുന്നു. ഈ ചാണകപ്പൊടിയെ വെണ്ടയ്ക്കും വഴുതലങ്ങയ്ക്കും തക്കാളിക്കൊക്കെ വല്ല ഒന്നാം തരം വളവാ. മറ്റേതില് കൊല്ലമുളക് ഉണക്കായിട്ടിരിക്കുക. ഇതാര് ചെയ്ത ഈ മര്യാദകേട്? ആരായിരിക്കും? എന്റെ ശത്രു. അതെ, നിന്റെ ആ ജന്മ ശത്രു മീനാക്ഷി. അവളേത് ചെയ്യൂ? അവളെ ഞാൻ കൊല്ലും. കൊന്നാ നന്നായിരുന്നു. അവള് പരലോകത്തേക്കും ഇവള് വനിതാ ജയിലിലേക്കും പോവും. ചെമ്പകമംഗലം ശുദ്ധമാവുകയും ചെയ്യും. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല, അവൾ ഡെഡ് ബോഡിയിലെ ഒരു റീത്ത് വെക്കുന്ന കാര്യം ആലോചിച്ചതാ. മൈഥിലി, എന്തായാലും ഇത് അവള് ഒരു കൊലച്ചത് തന്നെയാ ചെയ്തത്. ഞാൻ അവളെ എന്ത് ചെയ്യണം എന്റെ കുഞ്ഞമ്മായി? നീ അവളെ അങ്ങ് തട്ടിക്കളാ. അവളെ പട്ടടയിൽ വെച്ച് കത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പേഷ്യന്റെ പേരെന്താന്നാ പറഞ്ഞേ? നന്ദിനി ദേവി.
എന്തായി സുരേഷ്? അവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ടാ പുറപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കി പറയാവോ? പറയാം. വൈശാഖേ, അവർ ഹോസ്പിറ്റൽ റോഡിലേക്കാണ് വരുന്നത്. ഓക്കേടാ, താങ്ക് യു. ഓക്കേടാ, ശരി. അച്ഛാ, ഇങ്ങോട്ട് ഇറങ്ങടാ. അവിടെ ഒന്നും ചെയ്യില്ല. അങ്ങോട്ട് പറ്റിയോ? എനിക്കൊന്നുമില്ല അച്ഛാ. അവരൊക്കെ ആരാ? എന്തിനാ അവര് നമ്മളെ? എനിക്കറിയില്ല ഇവരാരാണെന്ന്. മോൾക്കൊന്നും പറ്റിയില്ലോ.
വല്ലതും പറ്റിയോ വല്യമ്മാവ? ഇല്ല മോനോ? ഒന്നുമില്ല. ഈ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വാ, കാർ കയറ്, ഞാൻ പുറകെ ഉണ്ട്. വാ വാ മോളെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. ആ, ഇരിക്കൂ. പറയൂ. അല്പം സീരിയസ് ആയ ഒരു മാറ്റർ ആണ് ഡോക്ടർ. കേൾക്കട്ടെ. ഡോക്ടർ, ഇത് പല സ്കാനിംഗ് സെന്ററുകളിൽ നിന്ന് നന്ദിനി ദേവിയെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളാണ്. ഇതിലൊന്നിലും നന്ദിനി ദേവിയുടെ വയറ്റിൽ ക്യാൻസറസ് ആയ ഗ്രോത്തുകൾ കാണുന്നില്ല. പക്ഷേ ഇവിടുന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ മാത്രം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു. ഇതെന്താ ഇങ്ങനെ? തരൂ. എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല കാർത്തിക് സർ. ഇതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല സംഭവിച്ചിരിക്കുന്നത്. സോറി, എക്സ്ട്രീംലി സോറി. നന്ദിനി ദേവി ക്യാൻസർ പേഷ്യന്റ് അല്ല. പക്ഷേ ഡോക്ടർ, ഈ റിപ്പോർട്ട് എന്താ ഇങ്ങനെ? അതെ, അതാണ് ഞാനും ആലോചിക്കുന്നത്. പേഷ്യന്റിന്റെ മാനസിക നില തകർക്കുന്ന അതിഗുരുതരമായൊരു വീഴ്ചയല്ലേ ഈ സംഭവിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് ഡോക്ടർ. നന്ദിനി ദേവി സ്കാൻ ചെയ്ത് ഈ റിപ്പോർട്ട് തന്നത് ആരാണ്? അവിടെ നിന്ന് 2 പേരായിരുന്നു. അതിലൊരാളാ തന്നത്. പേരറിയില്ല. സ്റ്റാൻലിയും സതീഷും. അങ്ങനെ 2 പേരാ അവിടെ ഉള്ളത്. ഞാൻ അവരെ വിളിപ്പിക്കാം. ഹലോ, ലാബല്ലേ? ഞാൻ ഡോക്ടറാണ്. അതെ, ലാബിലുള്ള 2 പേരും എത്രയും പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് വരണം. നന്ദിനി ദേവിയെ കുറിച്ചുള്ള റിപ്പോർട്ട്സാണ് എനിക്ക് അറിയേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പൊ വരും. അവന്മാര് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ പണി കിട്ടും. പോരെങ്കിൽ ACP അയാള് ആ കാർത്തിക്ക് മുങ്ങിയേക്കാം, അല്ലെങ്കിൽ തടി കേടാവും. മേ ഐ കമ്മിങ് മാഡം? യെസ്. ഡോക്ടറിനെ വിളിച്ചിരുന്നു. നന്ദിനി ദേവിയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണിത്. രോഗമില്ലാത്ത ഒരാളെ രോഗിയാക്കി, അതും ക്യാൻസർ. ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ടാ നിങ്ങൾ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയത്? മേഡനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നന്ദിനിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തി കൊടുത്തത് ഞാനല്ല. നിങ്ങളല്ലേ? അല്ല. ഡോക്ടർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയത് പിന്നെ ആരാണ്? സ്റ്റാൻലി ആയിരിക്കും. മറ്റാരും ലാബിലില്ലായിരുന്നല്ലോ. സ്റ്റാൻലി എവിടെ? അവനൊരു 10 മിനിറ്റ് മുമ്പ് ലാബിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പുറത്തുപോയി. അയാൾ വന്നാലുടൻ എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയെന്ന് പറയണം. ശരി മാഡം. അവൻ ഇനി വരാൻ സാധ്യതയില്ല ഡോക്ടർ. പിടി വീണു എന്നറിഞ്ഞ് അവൻ മുങ്ങിയതാ. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. അവനെ ഇനി എനിക്ക് വിട്ടേക്ക്. അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നന്ദിനി ദേവിക്ക് ഒരു രോഗവുമില്ല. ഇങ്ങനൊരു വീഴ്ച പറ്റിയതിൽ ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ.
വല്യമാവനും മീനാക്ഷിയും പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. താങ്ക് യു.